ഇത് കോസ്റ്റ്യൂം കൊള്ളാം. താങ്ക് യു. കാരണം നിങ്ങളുടെ മുമ്പിലേ പിടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല കളർഫുൾ സാധനം ഉണ്ടെങ്കിൽ. പക്ഷെ ചേരാത്ത ഒരു ഓടായിട്ടുള്ള സാധനം കണ്ടല്ലോ. അതേതാ? വാച്ച്, പെണ്ണ് ലേഡീസ് വാച്ച് ആണല്ലോ. ഈ ലേഡീസ് അത്രയ്ക്ക് വെറൈറ്റി ചുരിദാറിടുന്ന കാലമല്ലേ ആണുങ്ങളിപ്പം. അതെ, ഇപ്പം നമ്മൾ കുർത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സാധനങ്ങളും ആണും പെണ്ണും ഒക്കെ ഇടുന്നതല്ലേ. അപ്പം ചുരിദാർ ആണുങ്ങൾ ചുരിദാറിട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യട്ടെ, പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് ജീൻസും ഷർട്ടും ഇടാമെങ്കിൽ ആൺകുട്ടികൾക്ക് പുരുഷന്മാർക്ക് ചുരിദാറിട്ട എന്താ കുഴപ്പം ഉണ്ടോ? ഒരു കുഴപ്പമില്ല. വസ്ത്രം മാന്യമായി ധരിക്കണമെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവർക്കും മറന്നിട്ടില്ലേ? ഒന്നും പ്രദർശിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. അല്ല, വാച്ചിൻ്റെ കാര്യം അതാണ് ഏത് അങ്ങനെ ഒരു സ്ത്രീക്ക് പ്രത്യേക സംഗതി, പുരുഷന് പ്രത്യേക സംഗതി. ഇല്ല, ഒരു കളർഫുൾ, ഇതൊരു കളർഫുൾ ആയതുകൊണ്ട് ഇതൊരു കളർഫുൾ. ഈ കളർ നല്ല ഇഷ്ടമാണ്. കുഴപ്പമില്ലല്ലോ. ഇല്ലില്ല, വാച്ചല്ലാതെ വേറെ എന്താ യൂസ് ചെയ്യുന്നത്? സ്ത്രീകളുടെ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. സ്ത്രീക്കുള്ള കുറേ സംഗതികൾ സ്ത്രീക്കുള്ളതാണ്, പുരുഷനുള്ളത് പുരുഷനുള്ളത്. പക്ഷെ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. നമുക്ക് സാരി എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. പറ്റുമോ? അതിന് നാട്ടുകാർ നമ്മളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഉണ്ടത്. അപ്പോൾ സ്ത്രീകൾക്കുള്ളത് ചിലത് നമുക്ക് ധരിക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൽ ഞാൻ സണ്ണി ലിയോണി പോലെ ആ വേഷം കെട്ടി ഞാൻ ഡാൻസ് കളിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ക്യാരക്ടർ നമുക്കത് ചെയ്യേണ്ടി വരത്തില്ലേ? അല്ലേ? ഇപ്പോൾ എനിക്ക് സ്ത്രീ വേഷം കിട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ദിലീപ് ചെയ്തപ്പോൾ ഞാൻ ചെയ്യും. മീശയൊക്കെ എടുത്ത് ട്രാൻസ്ലേഷൻ ചെയ്യാൻ ചെയ്യുന്ന അങ്ങനെ ട്രാൻസ് ചെയ്യും. എന്ത് വേഷവും ചെയ്യുന്നത്. കാരണം നമ്മൾ ഇറങ്ങിയത് കലാരംഗത്തേക്കാണ്. അപ്പോൾ ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്ക്രിപ്റ്റ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ ആ റോള് എന്തും ചെയ്യും, യാതൊരു സംശയമില്ല. എത്ര വൃത്തികെട്ട വേഷം ചെയ്യാൻ തയ്യാറായിട്ടാണ് ഞാൻ. PK-യിൽ അമീർ ഖാൻ മൂടായിട്ട് പോകാമെങ്കിൽ പിന്നെ ഞാനൊക്കെ അവിടെ രോമത്തിൽ പോലും തൊടാനുള്ള യോഗ്യതയില്ല. അമീർ ഖാൻ അവർക്ക് അത് അവർക്ക് എത്ര ഉന്നതങ്ങളിരിക്കുന്ന, ഞാൻ എത്ര താഴെയാണ്. അപ്പോൾ താഴെയുള്ള ഞാൻ വലിയ ഡിമാൻഡോ ഗമയോ കാണിക്കാൻ പാടില്ല. അവർക്കൊക്കെ ഇത് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അല്ലേ? അതാണ് എനിക്ക് കൊടുക്കാനുള്ള സന്ദേശം. നമുക്ക് തരുന്ന വേഷം നമ്മൾ ഭംഗിയായി ചെയ്യുക എന്നുള്ളത്. ഇല്ലെങ്കിൽ ഈ ഫീൽഡിൽ ഇറങ്ങാൻ പോകുന്നു. ഞാൻ ഭയങ്കര നല്ല സ്റ്റൈലൻ അല്ലെങ്കിൽ നല്ല വേഷമേ ചെയ്യത്തുള്ളൂ, ഞാൻ ഡോക്ടറും അധ്യാപകൻ പ്രിൻസിപ്പലൊക്കെ ചെയ്യത്തുള്ളൂ, കുട്ടപ്പനെ ടിക്ടോക്കിനെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ ചേട്ടനോ പ്രൊഡ്യൂസറോ ഡയറക്ടറോ ആവണം. ഞാനങ്ങനെയല്ല. ഞാൻ പ്രൊഡ്യൂസറോ ഡയറക്ടർ കൺസേൺഡാണ്. അവർക്ക് എന്താണോ എന്നിൽ നിന്ന് ആവശ്യം അത് ഞാൻ കൃത്യമായി കൊടുക്കും, ചെയ്യും. ഇപ്പം ഇത്രയും വർഷം ഇപ്പോൾ കുറേ ചെയ്യുന്നില്ല. ഞാൻ 54 സർട്ടിഫിക്കറ്റ് കോളേജിൽ പഠിക്കുമ്പോഴേ ഉണ്ട്. നാടകം, മൈമോണാക്ട്, കേരള യൂണിവേഴ്സിറ്റി പോയിട്ട് നമുക്ക് പിന്നെ ബാക്കപ്പ് ഇല്ലായിരുന്നു, ആരും എന്നെ വളർത്താനില്ലായിരുന്നോട് പഠിച്ചു കയറി. ഇപ്പം 2020 ബിഗ് ബോസിൽ എൻട്രി കിട്ടിയപ്പോൾ എനിക്ക് എൻ്റെ പഴയ കലാരംഗം പുറത്തുള്ളൂ. നമ്മളാരും അമ്മയുടെ വയറ്റിൽ നിന്ന് തന്നെ കലാകാരനായി ഇറങ്ങി വരുന്നതല്ലല്ലോ, നമ്മൾ പ്രാക്ടീസിലൂടെ വരുന്നത്. അപ്പോൾ പ്രാക്ടീസ് കൊണ്ടിപ്പം ഒരുവിധം നന്നായി എന്ത് ക്യാരക്ടർ ചെയ്യുമെന്ന് ഞാൻ ചെയ്ത വർക്കുകളിൽ ഡയറക്ടർ മഹേന്ദ്ര കേച്ചേരി എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അദ്ദേഹത്തിനാണ് ദയാവധം എന്ന് പറയുന്ന സിനിമ. അതിൽ ഞാൻ ചെയ്ത വേഷം കണ്ടിട്ട് എനിക്ക് 8 ദിവസത്തെ വർക്കാണ് വിളിച്ചത്. പക്ഷേ 21 ദിവസം 14 സീനും കണ്ടായിരുന്നു. പക്ഷേ 21 ദിവസത്തെ കൊണ്ട് ഏകദേശം 10-35 സീൻസ് പുള്ളി റൈറ്റർ ദയാവധം. അതിനകത്ത് ചെയ്ത പെർഫോമൻസ് കണ്ടിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതി, സിനിമാ പ്രവർത്തകർ, പ്രൊഡ്യൂസർമാർ, ഡയറക്ടർമാർ രജിത് കുമാറിനെ കൺസിഡർ ചെയ്യണം എന്ന്. അല്ലാതെ നമുക്ക് വേണ്ടി ആരും റെക്കമെൻഡ് ചെയ്യാനൊന്നുമില്ല. നമ്മുടെ കഴിവ് മുഴുവൻ പുറത്തെടുത്ത് ചെയ്യും, അതിന് സംശയമൊന്നുമില്ല. ഞാൻ ഓസ്കാരം കൊണ്ടേ പോകത്തുള്ളൂ. വിരോധമുണ്ടോ? ഇല്ല. നമുക്ക് ശ്രമിക്കുന്നതിന് എന്താ കുഴപ്പം? ഉണ്ടാവും. ദേവാലയത്തിൽ രേണുസുതി ഇല്ലായിരുന്നു. ദേവാലയത്തിൽ രേണുസുതി അന്ന് ആ ദേവാലയത്തിലെ രേണുസുതി എൻ്റെ കൂടെ അന്ന് കാറിൽ നമ്മുടെ ഫാഷൻ ഷോയ്ക്ക് ദേവാലയത്തിൻ്റെ പ്രൊമോഷൻ വന്നാണ് നിങ്ങളെല്ലാം കൂടെ എന്നെ വലിച്ചു കയറിയൊരു പരിവാക്കിയത്. ഓർമ്മയില്ല? സിനിമ ഇറങ്ങിയായിരുന്നോ? ഇല്ലില്ല, അതിന് എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കും. ഷൂട്ടെല്ലാം കഴിഞ്ഞു. അത് പുറത്തിറങ്ങുന്നതോടുകൂടി രേണുസുതി സ്റ്റാറാണ്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അല്ലാതെ തന്നെ രേണു സ്റ്റാർ അല്ലേ? അല്ല, സിനിമ ആർട്ടിസ്റ്റ് സിനിമ അതെങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ആ പുള്ളിക്കാരത്തി എത്ര സീൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് കൂടുതൽ അറിയില്ല. എന്നെ സംബന്ധിച്ച് ദയാവധം എന്ന് പറയുന്ന സിനിമ ഇറങ്ങാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം ഇടിവെട്ടായ ഒരു വില്ലൻ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റക്കണ്ണൻ കണ്ടോരൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഇനി കോമ്പിനേഷൻ ഇല്ല. ഞാൻ ഒരു ഭയങ്കര ഉഡായിപ്പായിട്ടുള്ള, അത് കാണുമ്പോഴേ അത് മനസ്സിലാക്കുള്ളൂ. ഒറ്റക്കണ്ണുള്ള കണ്ടോരൻ എന്ന് പറയുന്ന ക്രൂരനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ദയാവധത്തിൽ. മഹേന്ദ്ര കേച്ചേരിയും സുഭാഷ് ശിവ 2 ഡയറക്ടേഴ്സാണ്. മഹേന്ദ്ര തന്നെ സ്ക്രിപ്റ്റാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചേക്കുന്നത്. അവർ ഹാപ്പി, കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളെല്ലാം ഹാപ്പി, ഞാൻ അതിനേക്കാൾ ഹാപ്പിയാണ്. കാരണം നമുക്ക് ശ്രമിച്ചാൽ നമുക്ക് എന്ത് വിഷമം ചെയ്യാൻ പറ്റും. അതൊരു മനസ്സാണ് അല്ലേ? ആ മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ നമ്മുടെ ഉള്ളിലെല്ലാം ഒരു കലാകാരനുണ്ടാവണ്ടേ? എയർ പിടിച്ച് നടന്നാൽ പോയല്ലോ, വളരെ സിമ്പിളാണ്.
അയ്യോ ഇതിലൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഇതെന്താ സംഭവം? മുത്തല്ല അല്ലല്ല, ഇതെന്ന് പറയുന്നത് ബ്ലാക്ക് എനർജി, ഈവിൾ എനർജി, ബ്ലാക്ക് മാജിക്, നെഗറ്റീവ് എനർജി നമ്മളെ പിടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ കുറയുന്നതിന് വേണ്ടിയുള്ള ആ ഒരു എഫക്റ്റ് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ശ്രദ്ധ ഇതിലേക്കൊക്കെ പോയി അയാളുടെ ശ്രദ്ധ ഇതിൽ പോയോണ്ടല്ലേ ചോദിച്ചില്ല. അത് പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ ഇടുന്നൊന്നുമില്ല, ഇതാണ് പെണ്ണും എല്ലാം ഇടും. ലാലേട്ടൻ്റെ കയ്യിലുണ്ടല്ലോ, ലാലേട്ടൻ്റെ കഴുത്തിലുണ്ടല്ലോ കരിങ്ങേലി മാല എന്ന് പറയുന്നത്. ജയറാമിൻ്റെ ഉണ്ട്, നമ്മുടെ രജനീകാന്ത് സാറിൻ്റെ കയ്യിലുണ്ട്. അത് കണ്ടോണ്ട് വാങ്ങിച്ചതല്ല, ഇതിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡി പഠിച്ചു നോക്കിയപ്പോൾ ഞാനങ്ങനെ വേണ്ടാതെ ബ്ലൈൻഡായിട്ട് അല്ലെങ്കിൽ ചുമ്മാ ഒരു കോപ്പി അടിക്കത്തില്ല. നല്ലതാണെങ്കിൽ ഞാൻ എടുക്കും, ആര് ചെയ്താലും നല്ലതാണെങ്കിൽ. വിശ്വാസമാണ്, അന്ധവിശ്വാസം വേറെയാണ്. ഇതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ബോഡിയിലേക്ക് വരുന്നതിന് നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റും. ആ ഒരു കുറച്ച് സംഗതി ഇല്ല, സമ്പത്ത് വരുന്നത് വേറെ സംഗതികളാണ്. പണിയെടുത്താലേ സമ്പത്ത് വരും, അല്ലാതെ കയ്യിലും കഴുത്തിലും ഓരോ നിട്ടുകൊണ്ട് കിടന്ന സമ്പത്ത് വരുത്തുന്നത്. പണിയെടുത്താൽ മാട് പോലെ പണിയെടുക്കണം. ഞാനൊക്കെ മാട് പോലെ പണിയെടുത്തിട്ടാണ് ഇപ്പോൾ ഇത്രയും സിനിമകൾ വരെ എത്തിക്കുന്നത്. ഇപ്പോൾ ഈ സിനിമ, ഇപ്പോൾ ഇന്നത്തെ സിനിമ എന്ന് പറയുന്നത് ഷാൻ കേച്ചേരി ഡയറക്ടർ എടുത്ത് ഞാൻ ഓഡിഷന് പോയിട്ടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ 54 സിനിമകൾ ഓഡിഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കാസ്റ്റിംഗ് കോൾ കാണുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാസ്റ്റിംഗ് കോൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുത്തിയിരുന്ന് ഞാൻ അയക്കും. ആ കുത്തിയിരുന്ന് ഞാൻ അയച്ചു കഴിഞ്ഞാൽ ഞാൻ സത്യം പറയാം, കള്ളം പറയാറുണ്ട്. കള്ളം ഒരു 20 വർഷം മുമ്പ് വേണമെങ്കിൽ കള്ളം പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഞാൻ കാസ്റ്റിംഗ് എന്ന് അയച്ചതാണ്. ഇത് അത്രയും കാസ്റ്റിങ്ങിന് ഞാൻ കാസ്റ്റിംഗ് 1, 2, 3 കണ്ടു 54ഓളം കാസ്റ്റിംഗ് ഡയറക്ടർമാർക്ക് ഞാൻ എൻ്റെ പ്രൊഫൈലും സാധനവും അയച്ചു കൊടുത്തതാണ്. എന്നിട്ട് അതിനകത്ത് 8 പേരെ എന്നെ വിളിച്ചോളൂ, ബാക്കി പലരും വിളിച്ചില്ല. അവർ വേറെ എന്തെങ്കിലും കാരണമായിരിക്കാം. എന്നാൽ 8 പേര് വിളിച്ചു. അവരോടുമ്പോൾ പറഞ്ഞു അതിൽ 4 പേരുടെ പടം തരാമെന്ന്, 8 പേരും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 4 പേരുടേത് പൂജകൾ വരുന്നു. അതിലൊരു പൂജകൾ ഇപ്പം ഞാൻ ബിപിൻ നമ്പ്യാരുടെ പടം കോഴിക്കോട് പൂജയിൽ അറ്റൻഡ് ചെയ്ത്. ഇതിപ്പോൾ ഷാൻ കേച്ചേരിയുടേത് ഇദ്ദേഹം എന്നെ ചോദ്യങ്ങൾ ചെയ്തു. 4 ചോദ്യങ്ങളാണ് ഇദ്ദേഹം എന്നോട് ചോദിച്ചത്. ആ 4 ചോദ്യങ്ങൾക്കും ഗംഭീരമായ ഉത്തരവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണ്. പെർഫോമൻസ് വീഡിയോസ് എല്ലാം കാണിച്ചു, അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ടു. 4 ചോദ്യം ഞാൻ ഇപ്പോൾ പറയില്ല, ഞാൻ വേദിയിൽ ഒരു ചോദ്യം പറയും. സിനിമയിൽ ചാൻസ് കിട്ടിയത് ഈ സാധനം ഇട്ടുകൊണ്ടാണെന്നാണ് കയ്യിൽ. അല്ലല്ലേ, സിനിമയിൽ ചാൻസ് കിട്ടിയത് ഇതുകൊണ്ടൊന്നുമല്ല, അത് ദൈവം അനുഗ്രഹിച്ച് അവർ ചോദിച്ച ചോദ്യങ്ങൾക്കും നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന സാധനം നമ്മൾ മലയാളികളിൽ കുറച്ച് പേർക്ക് നീ അങ്ങോട്ട് വളർന്നു കയറുന്നാലും ഒരാളങ്ങോട്ട് വളർന്നു കയറുന്ന അത്ര അങ്ങോട്ട് കണ്ണുകടി എന്നൊക്കെ പറയാറില്ലേ, നമ്മൾ സഹിക്കാൻ പറ്റത്തില്ല. ഒരു ഭയങ്കര ഒരു അസഹിഷ്ണുതയാണ്. ആ അസഹിഷ്ണുതയ്ക്ക് അതിജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഇട്ടിട്ടില്ലായിരുന്നല്ലോ. ഇല്ല, കാരണം ഓരോ ദിവസം അങ്ങോട്ടേ നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമല്ലോ. അതാണ് പല രീതിയിലല്ലേ ബ്ലോക്കുകൾ ഉണ്ടാക്കുക. ഒന്നീ പെണ്ണിൻ്റെ കൊണ്ടുവരും, അല്ലെങ്കിൽ പണം കൊണ്ടുവരും, അല്ലെങ്കിൽ മദ്യം കൊണ്ടുവരും, അല്ലെങ്കിൽ വേറെ ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നാച്ചുറലി ഏതെങ്കിലും തരത്തിലുള്ള സംഗതികളുണ്ടെങ്കിൽ അതെല്ലാം പോട്ടെ. ഇന്ന് രാവിലെ ഞാൻ തന്നെ ആലുവ മണപ്പുറത്തപ്പൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ഈ സിനിമ ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഷാൻ കേച്ചേരിയുടെ സിനിമയ്ക്ക് ഒരു തടസ്സവും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ച് അത് വൻ വിജയമാവണം. എനിക്ക് ചാൻസ് തരാതിരിക്കുകയും ചെയ്യട്ടെ, അത് വിജയിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ആത്മാർത്ഥത ജനങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഇയാൾ എന്നെ ആക്കാൻ വേണ്ടിയാണ് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ഉത്തരം പറയാം. ഞാൻ ഇതിൻ്റെ പേര് മറന്നുപോയി. അരുൺ ഇന്ത്യൻ ഗാലറി അല്ലേ? നീലപ്പോയി അല്ലേ? പിന്നെ ഫ്രീലാൻസ് അല്ല, ചാനലിൻ്റെ പേരെന്താണ്? നമുക്ക് പറയാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഞാൻ ഉത്തരം പറയുന്ന ആത്മാർത്ഥമായിട്ടല്ലേ ഉത്തരം പറയുന്നത് അല്ലേ? അതിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് നമുക്ക് ദൈവം തരും. ഈ യൂണിവേഴ്സൽ ഫ്ലോ ഓഫ് എനർജി എന്ന് പറയുന്ന ഈ ശക്തി നമുക്ക് തരും. നമ്മൾ ചെയ്യുന്നത് നിഷ്കളങ്ക ഹൃദയത്തോടെ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളാക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലായാലും അതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ നന്നായിട്ട് പറയുക എന്നുള്ളത്.